ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് D5 റെൻഡർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. സോ ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ D5 റെൻഡർ എന്ന് സെർച്ച് ചെയ്യുന്നു. സോ നമ്മൾക്ക് ആദ്യം വരുന്നത് ഇങ്ങനൊരു ഒഫീഷ്യൽ സൈറ്റ് ആയിരിക്കും, www.d5render.com. അപ്പം D5 റെൻഡർ റിയൽ ടൈം 3D റെൻഡറിങ് സോഫ്റ്റ്വെയർ വിത്ത് AI നമ്മളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അവരുടെ ഒരു ഹോം പേജ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഈ ഒരു ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡൗൺലോഡ് D5 ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് വരും. സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ പാത്ത് സെലക്ട് ചെയ്യുക, ദെൻ ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, സോ ഞാൻ ആ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നില്ല. ഇവിടെ സേവ് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് അറൗണ്ട് ഒരു 226 MB വരുന്നുണ്ട്. സോ നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഏതാണ് സ്കെച്ചപ്പ് ആണോ 3ds Max ആണോ, മീൻസ് സ്കെച്ചപ്പ് ആണോ 3ds Max ആണോ റിനോവ ആണോ, അതിൻ്റെ കൂടെ നമ്മൾ ഏതാണ് പ്ലഗിൻ വേണ്ടതെന്ന് വെച്ചാൽ അതുകൂടെ ഡൗൺലോഡ് ചെയ്യണം. ഇത് ലൈവ് സിങ്ക് ആയിട്ടാണ്, മീൻസ് നമ്മുടെ 3Dയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ D5 ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണിത്. ഇതുകൂടി അതിൻ്റെ കൂടെ ഡൗൺലോഡാണ്. ഞാനിവിടെ 3ds Max ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളത് 3ds Max ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് ഡൗൺലോഡ് D5 ലൈവ് സിങ്ക് ഫോർ 3ds Max. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് നമ്മുടെ പാത്ത് സെലക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ അത് ഡൗൺലോഡ് ആണെന്ന് കാണാൻ പറ്റും. അത് അറൗണ്ട് ഒരു 1 MB മാത്രമേ 41 MB അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഡൗൺലോഡ് ചെയ്യുക. തന്നെ അത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ 3ds Maxൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. സോ ഇവിടെ നമുക്ക് D5ൻ്റെ ഒരു ഐക്കണ് കാണാൻ പറ്റും. ദെൻ ഇവിടെ D5ൻ്റെ ഇത് തന്നെ നമ്മൾ ഈ ഒരു 2 ഐക്കണാണ് നോർമലായിട്ട് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇതെന്ന് വെച്ചാൽ സിങ്ക് ബട്ടണാണ്. ദെൻ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്കത് മീൻസ് നമ്മുടെ ഈ ക്ലാസ്സിന് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ. സോ 3ds Maxൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, D5ൻ്റെ പ്രൈസിങ്ങിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ D5ൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ പ്രൈസിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് താഴെ പോകണമെങ്കിൽ വൈ ചൂസ് D5 Pro എന്ന് കാണാൻ പറ്റും. മീൻസ് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. AI അസിസ്റ്റൻറ്റ് നമുക്ക് കിട്ടും. ആക്ച്വലി ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഡിസൈൻ മീൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ. അപ്പം ഇത് വാങ്ങിക്കാൻ കഴിയുന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ആക്ച്വലി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ടുള്ളൊരു മാസ്റ്റർ ക്ലാസ്സാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഞാനിത് പ്രോ വേർഷൻ പർച്ചേസ് ചെയ്തിട്ടുള്ള, എനിക്ക് ഒരു ഫ്രീ വേർഷൻ തന്നെ വർത്താണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത്. കൂടാതെ നമുക്കെല്ലാവർക്കും പ്രോ വേർഷൻ വാങ്ങാൻ പറ്റിയൊന്നും വരത്തില്ല. നമുക്കിപ്പം ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസ് ഫുൾ പ്രോ വേർഷൻ വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പം നമുക്കത് അത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരും. സോ അതുകൊണ്ട് കൂടിയാണ് ഞാനിവിടെ ഒരു ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഫ്രീയിൽ കിട്ടുന്നത് കൂടാതെ പ്രോയിൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നിങ്ങളിവിടെ നോക്കേണ്ടത്. അതിനു മുമ്പ് പ്രോന് വരുന്ന പ്രൈസ് എന്താണെന്ന് വെച്ചാൽ $38 മന്ത്ലി വരുന്നത്. $38 എന്ന് പറയുമ്പം $38 ഇൻ റുപ്പീസ് അറൗണ്ട് ഒരു 3348 രൂപയാണ് നമുക്ക് മന്ത്ലി D5ന് പ്രോ വേർഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലവാകുന്ന തുക. അത് ഇയർലിയിലേക്ക് മാറുമ്പോൾ അത് $30 മാറുന്നുണ്ട്. മീൻസ് നമുക്കൊരു $30 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് വെച്ചാൽ 2644 രൂപ. മീൻസ് അതൊരു കൊല്ലത്തിൽ മീൻസ് ഓക്കെ വാട്ടവർ അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് കിട്ടുന്നത്, നമുക്ക് ഫ്രീ വേർഷൻ തന്നെ അൺലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ ടെറൈൻ ടൂൾ കിട്ടുന്നുണ്ട്. പിന്നെ ഫേസിങ് ആനിമേഷൻ, ലൈവ് സിങ്ക്, മേജർ ഫയൽ ഫോർമാറ്റ്, ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് വേണ്ടത്. നിങ്ങൾക്കിത് ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് പ്രോയിലേക്ക് വരുമ്പം അഡീഷണൽ ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ AIയുടെ അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതും നമുക്ക് ഫ്രീ വേർഷനിൽ, അതായത് ഒരു മെയിൽ ID നമുക്ക് 50 AI ആക്സസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങളത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യേണ്ട കാര്യമാണ്. മീൻസ് അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മീൻസ് അതായത് നമ്മുടെ ഈ ഒരു വർക്ക് മുന്നോട്ട് പോകുന്നതനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുപോകാം. സോ അപ്പോൾ പ്രൈസിങ് കാര്യങ്ങളും ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, നമ്മൾ D5 റെൻഡർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കി വരുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഉണ്ടാവുക. സോ ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കാതെ സിമ്പിളായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോകാം. ബാക്കി നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഒരു 3യും 3 വരയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസെർട്ട് ടൂൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഫയൽ സേവ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ടൂൾ എന്ന് വെച്ചാൽ മൂവ്, റൊട്ടേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡ് വരുന്നത് എൻവയോൺമെൻറ്റ്, എഫക്റ്റ്, സ്കൈ, കസ്റ്റം, HDRI സെക്ഷനൊക്കെയാണ്. സോ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം സൂര്യൻ്റെ ആംഗിള് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് കാണാൻ പറ്റും. ഇതാണ് ആക്ച്വലി നമ്മുടെ ഒരു സൂര്യൻ അല്ലെങ്കിൽ സണ്ണ് വരുന്നത്. ഇങ്ങനെ ഇതിന് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതാണ്. സോ ഞാനിപ്പം ഇങ്ങനെയൊക്കെ മീൻസ് ഈ ഒരു ബ്ലാങ്ക് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സീനിൽ വന്നിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നില്ല. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് ചെയ്തിട്ട്, അതായത് ഒരു മോഡൽ ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ D5ൻ്റെ ഒരു ഓപ്പണിംഗ് സീന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്ക്രീന് വരുന്നത് എങ്ങനെയായിരിക്കും വരിക. ഇത് നമുക്ക് റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കുറച്ച് ഐക്കൺസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടൂൾ കാണാൻ പറ്റും, ആഡ് ലൈറ്റ്, പാത്ത് ടൂൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇതിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഈ ഒരു 2 ഓപ്ഷൻസ് എനേബിൾ ആയിരിക്കത്തില്ല. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആഡ് ക്യാമറ എന്നുള്ളതും ആഡ് സെക്ഷൻ എന്നുള്ളതും കാണാൻ പറ്റത്തില്ല. അത് എന്തിനൊക്കെയാണ് എന്ന് ഞാനും വരും മീൻസ് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അതിനു മുമ്പ് അതെങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിനാദ്യം നിങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം. മീൻസ് ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫ്രീ വേർഷനാണ്. പക്ഷെ നമുക്ക് പ്രോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, AI ക്രിയേഷനൊക്കെ, അതായത് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന AI അസിസ്റ്റൻ്റ് കാര്യങ്ങൾ, ഫോട്ടോ എൻഹാൻസ് ചെയ്യൽ, അതൊക്കെ നമുക്ക് ഫ്രീ ഒരു അക്കൗണ്ടിൽ 50 തവണ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അത് ഓൾറെഡി 6 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ആ ഒരു ഇൻഡിക്കേഷനാണിത്. അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ ഇത് ബാക്കി കാര്യങ്ങൾ അക്കൗണ്ടിലേക്കും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ സാധനം നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അത് സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പ്രിഫറൻസിൽ വന്നു. അപ്പം ഇവിടെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐക്കണ്ട്. മീൻസ് നമുക്ക് ഇതിൽ D5ലുള്ള എല്ലാ ടൂൾസിൻ്റെയും ഏതൊരു കാര്യത്തിൻ്റെയും ഷോർട്ട് കീസും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അല്ല നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ നിങ്ങളുടെ ഒരു മീൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എങ്ങനെയാണോ എളുപ്പം അതനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അതും ജസ്റ്റ് നോക്കി മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മീൻസ് ഇതൊക്കെ ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ F8 എന്ന് വെച്ചാൽ 2 പോയിൻറ്റ് പെർസെപ്റ്റീവ് എന്നൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഏതാണെന്നൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ടൂളും എടുത്ത് എന്താണെന്ന് ലൈവായിട്ട് കാണിച്ച് തന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ എളുപ്പം. സോ വേണമെന്നില്ലവർക്ക് ഇവിടെ ഷോർട്ട് കട്ടിൽ വന്നാൽ ഏതാണെന്നൊക്കെ പറഞ്ഞ് നോക്കി പഠിക്കാൻ പറ്റും. അല്ലാന്നുള്ളവർക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുകളിലത്തെ ടൂളിൻ്റെ കാര്യമായിരുന്നു. അതിനാദ്യമായിട്ട് വിഡ്ജറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. സോ ഇവിടെ അഡ്വാൻസ് ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് മുകളിൽ ഓപ്ഷൻ വരുന്നതും പോകുന്നതും കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. സെക്ഷൻ ടൂളും ക്യാമറ ടൂളും ഇത് രണ്ടും ഡിഫോൾട്ടായിട്ട് ഓഫായിട്ടാണ് ഉണ്ടാവുക. സോ നിങ്ങളത് ഓണാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക, ദെൻ പ്രിഫറൻസിൽ വരിക, ഇവിടെ വിഡ്ജറ്റിലേക്ക് വരിക, ദെൻ ഇത് രണ്ടും ഓഫായിട്ടാണ് ഉണ്ടാവുക. അത് രണ്ടും ഓണാക്കി വെക്കുക. അത് എന്തിന് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. സോ ഇത്രയാണ് D5ൻ്റെ ഒരു മീൻസ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒക്കെ വരുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ ഫോഗ്, വിൻഡ്, മിൽക്കി വേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ ഞാനിവിടെ D5 ക്ലോസ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് നമ്മുടെ D5ലേക്ക് വന്നിട്ടുണ്ട്. 3Dയിലേക്ക് വന്നിട്ടുണ്ട്. സോ ഞാനിവിടെ ഒരു
വർക്ക് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ബെഡ്റൂം റെൻഡർ ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മോഡലിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ബേസിക് മോഡൽ അറിയുന്നത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ എന്തായാലും ഈ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ 3ds മാക്സിൻ്റെ മോഡലിങ്ങും കാര്യങ്ങളും ഞാൻ വേറൊരു കോഴ്സ് സെറ്റാക്കാനാണ് വിചാരിക്കുന്നത്. സോ ഇതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ D5 പ്രോപ്പറായിട്ട് റെൻഡർ ചെയ്യാം എന്നതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഞാൻ കൂടുതലും കവർ ചെയ്യാൻ പോകുന്നത് D5നെ പറ്റിയായിരിക്കും. സോ ഇവിടെ ഞാനിപ്പം 3ds മാക്സിൽ മോഡലിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സൈഡ് ടേബിൾ ഞാനിവിടെ ഒരു ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാങ് ലൈറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഉള്ളിലും ലൈറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിന് എന്ന് വെച്ചാൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. മീൻസ് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടായിരിക്കും, നമുക്ക് 3ds മാക്സ് തന്നെ ലൈറ്റ് സെറ്റ് ചെയ്ത് D5 കൊണ്ടുപോയിക്കൂടെ എന്നുള്ളത്. അപ്പം അതിനുള്ള ഉത്തരമാണ് ഞാനിപ്പം ഇവിടെ പറയുന്നത്. സോ ഞാനിപ്പം 3ds മാക്സിൽ പ്രോപ്പറായിട്ട്, അതായത് മോഡലിംഗ് കഴിഞ്ഞു, മെറ്റീരിയൽ അപ്ലൈ കഴിഞ്ഞു, ലൈറ്റിങ്ങും കൂടി ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീന് VRAY ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൊറോണ ഉപയോഗിച്ചോ 3ds മാക്സിൽ നിന്ന് റെൻഡർ ചെയ്യാം. സോ അതല്ല ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ റെൻഡർ ചെയ്യാൻ പോകുന്നത് D5 പോയിട്ടാണ്. സോ നമുക്ക് ഈ ഒരു ഫയൽ അല്ലെങ്കിൽ ഈ ഒരു സീൻ എങ്ങനെ D5 റെൻഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറയുന്നത് 2 ഓപ്ഷൻസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഒന്ന് ഈ ഒരു സിങ്ക് ബട്ടൺ, അതായത് നമ്മൾ D5 റെൻഡറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തതിനോടൊപ്പം ഞാൻ വേറൊരു പ്ലഗിൻ കൂടി ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ലൈവ് സിങ്ക്. അത് ഡൗൺലോഡ് ചെയ്തവർക്കാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെയുള്ളത് ഈ ഒരു ഓപ്ഷനാണ്. ഇതെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഈ ഒരു സീന് എക്സ്പോർട്ട് ചെയ്യാം. അതായത് .d5 എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് ഇതിവിടെ ഒന്ന് ടെസ്റ്റ് ഫയൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് സേവ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ സേവ് യർ, ഓക്കെ സോറി, അത് ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സ്പോർട്ടഡ് .d5 ഫയൽ സക്സസ്ഫുള്ളി. അത് ഞാൻ ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സീന് സ്കെച്ചപ്പ് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കെച്ചപ്പിൽ വേണ്ടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം, അത്രയേ ഉള്ളൂ. അത് നോർമലി നമുക്ക് അവൈലബിൾ ആകത്തില്ല. നമുക്ക് സ്കെച്ചപ്പ് ഫയലുകൾ 3ds മാക്സിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം പക്ഷേ 3ds മാക്സ് അല്ലെങ്കിൽ .3ds ഫോർമാറ്റുള്ള ഫയലുകൾ ഒരിക്കലും നമുക്ക് സ്കെച്ചപ്പിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് കൂടി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് മെഷും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പം സ്കെച്ചപ്പ് ഫയൽ അല്ലെങ്കിൽ സ്കെച്ചപ്പിന് വേണ്ടി മോഡൽ കിട്ടുന്ന ചില സൈറ്റുകളുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് സ്കെച്ചപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്താലും നമുക്കത് 3ds മാക്സിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? പക്ഷേ അതേസമയം നമുക്ക് 3ds മാക്സ് അല്ലെങ്കിൽ .3ds FBX എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോർമാറ്റ് ഉണ്ട്. ആ ഫയലൊന്നും നമുക്ക് സ്കെച്ചപ്പിൽ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു ഫയൽ ഇൻ കേസ് എനിക്ക് സ്കെച്ചപ്പിൽ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സ്കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് ഈ ഫയൽ അവന് സ്കെച്ചപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു .skp എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂള് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഐക്കൺ യൂസ് ചെയ്യാം. ഇത് D5 ഒരു പ്ലഗിനായിട്ട് വരുന്നതാണ്. ഇത് ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിന് യൂസ് കേസ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തന്നതാണ് അതിൻ്റെ ഒരു യൂസ് കേസ്. അപ്പം ഞാനിവിടെ ഓൾറെഡി ഫയൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പം D5 ഓപ്പൺ ചെയ്തു. അതായത് D5 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഐക്കൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ D5 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, ഒന്ന് തുറന്ന് വന്നോട്ടെ. നമുക്കിവിടെ കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. അപ്പം ഈ ഒരു ഐക്കൺ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ച് നോക്കണം. ലെഫ്റ്റ് സൈഡിൽ മെനുവിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മുടെ എവിടെയാണ്
സേവ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഫയൽ ഇപ്പം 3ds Maxന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഞാനത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാനത് ഓപ്പൺ കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ടെസ്റ്റ് ഫയൽ .df എന്ന് കാണാൻ പറ്റും. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ടായി വരും. സോറി കേട്ടോ, അത് ഫുള്ളായിട്ട് വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇത് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നമുക്കതല്ല, ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു മണ്ടത്തരം കാണിച്ചു, സെലക്റ്റഡ് ഓൺലി എന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ അത് അൺക്ലിക്ക് ചെയ്യുക. ദെൻ ഒന്നുകൂടെ സെലക്റ്റഡ് ഓൺലി അൺടിക്ക് ചെയ്തു. ഓട്ടോ കൊളാപ്സ് ഓക്കെ. ആ സെറ്റിങ്സ് ഒന്നും നോക്കണ്ട. ഗ്രൂപ്പ് ഹയറാച്ചി അത് നിങ്ങൾ ഈ ഒരു ശ്രദ്ധിക്കണം കേട്ടോ. സെലക്റ്റഡ് ഓൺലി കൊടുത്താൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫയൽ മാത്രമേ ഇമ്പോർട്ട് ആവത്തുള്ളൂ. അതാണ് എനിക്കിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ അതെൻ്റെ അടുക്കുന്ന ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. പക്ഷെ നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ഇൻഫർമേഷനായിട്ട് പറഞ്ഞു തരാൻ ഞാൻ ഈ ഒരു അവസരം ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സെലക്റ്റഡ് ഓൺലി എന്നുള്ളൊരു അൺക്ലിക്ക് ചെയ്യുക. ദെൻ എക്സ്പോർട്ട് കൊടുക്കുക. ടെസ്റ്റ് ഫയൽ ഞാൻ കൊടുക്കുന്നത് റീപ്ലേസ് കൊടുത്തു. ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ച് D5ലേക്ക് വന്നു. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. തിരിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു, ടെസ്റ്റ് ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ അടിച്ചു. നമുക്ക് ഇവിടെ ഒരു ലോഡിങ് കാണാൻ പറ്റും. ഇപ്പം 44, 45. അത് കുറച്ച് സൈസ് ഉള്ളത് കൊണ്ടാണ് ലോഡാകുന്നത്. അത് ലോഡാകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ ഇമ്പോർട്ടായിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അവിടെ പ്ലേസ് ചെയ്തു. എന്താണ് നമ്മൾ 3ds Max ചെയ്തിട്ടുള്ളത്, അത് ഇവിടെ ഇമ്പോർട്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ 3ds Maxലേക്ക് വന്നിട്ട് ഇവിടെ എന്ത് ചേഞ്ച് ചെയ്താലും അത് കണ്ടോ, അത് ഇവിടെ എഫക്റ്റ് ആവത്തുള്ള. കാരണം നമ്മളത് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു എക്സ്പോർട്ടിൻ്റെയും സിങ്കിൻ്റെയും വ്യത്യാസം വരുന്നത്. നമ്മൾക്ക് സിങ്ക് ബട്ടൺ യൂസ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഈ ഒരു ഐക്കണിൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു, ഡോണ്ട് സേവ് കൊടുത്തു. ഇവിടെ ഞാൻ സിങ്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അത് സിങ്ക് ചെയ്യുമെന്ന്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ന്യൂ പ്രൊജക്റ്റ് ആണോ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത ഏതെങ്കിലും ഒരു ഫയലുമായിട്ട് സിങ്ക് ചെയ്ത് വർക്ക് ചെയ്യണോ എന്ന് ഇവർ ചോദിക്കും. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഒന്നിക്കൽ ന്യൂ പ്രൊജക്റ്റ് അല്ലെങ്കിൽ സിങ്ക് ലോക്കൽ പ്രൊജക്റ്റ്. അതെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഈ ഒരു വർക്ക് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിട്ട് സിങ്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ഇൻ കേസ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, അതായത് മുമ്പിലെ ബെഡ്റൂമിൻ്റെത് വാർഡ്രോബിൻ്റെ പൊസിഷൻ മാറ്റും, അങ്ങനെ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ സിങ്ക് ചെയ്യുമ്പം സിങ്ക് ലോക്കൽ പ്രൊജക്റ്റ് കൊടുത്തിട്ട് സേവ് ചെയ്തിരിക്കുന്ന പാത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വെച്ചാൽ നമുക്ക് ഒരു മെർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച വർക്കും ഇപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന എഡിറ്റും സിങ്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സോ അതെന്തായാലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഫയൽ ഇവിടെ ഇമ്പോർട്ടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 3ds Maxൽ കൊടുത്ത ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് 3ds Maxലൊക്കെ കൊടുത്ത ലൈറ്റ് വരുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്കതിന് ഇൻറ്റൻസിറ്റി വാല്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കേണ്ടതൊക്കെ വരും. സോ നമ്മളത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ്, അല്ല അങ്ങനെ ആലോചിച്ചവർക്കുള്ള ഉത്തരമാണ്. നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി കുറച്ചധികം ടൈം എടുത്തിട്ട് ചെയ്തെടുക്കേണ്ടി വരും. സോ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പം ഫുൾ ലൈറ്റ്, അതായത് 3ds Maxൽ ഒരു ലൈറ്റും ഇങ്ങോട്ടേക്ക് എടുക്കുന്നില്ല, കംപ്ലീറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ പോകുന്നത് ഈ സിങ്ക് ബട്ടൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഞാനിവിടെ ഇപ്പം ഈ ഒരു ബെഡ്റൂം ഹൈഡ് ചെയ്തു. അത് ഞാൻ തിരിച്ച് D5ലേക്ക് പോകുമ്പം അതിവിടെ ഹൈഡായിട്ടുണ്ടാവും. കണ്ടോ, മീൻസ് നിങ്ങൾക്കത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും നമുക്കൊന്ന്
ഞാൻ ഇവിടെ അൺഹൈഡ് ഓൾ കൊടുത്തു, അതിവിടെ വന്നു. കണ്ടോ, ഈ ഒരു ചെയർ ഞാൻ സെലക്ട് ചെയ്തു, ഹൈഡ് കൊടുത്തു, ഇപ്പുറം ഹൈഡായി. അതല്ല, ഞാനിപ്പോൾ ഇത് ജസ്റ്റ് W മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂവ് ആകുന്ന കേട്ടോ. അതാണ് ഈ ഒരു സിങ്ക് ബട്ടൺ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഗുണം. നമ്മൾ ഇവിടെ 3ds Maxൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ലൈവായിട്ട് D5ലേക്ക് അപ്ഡേറ്റ് ആവും. നമുക്കത് വീണ്ടും എക്സ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ ഇനി നമ്മുടെ കംപ്ലീറ്റ് സാധനം ചെയ്യാൻ പോകുന്നത് D5ലേക്കാണ് കേട്ടോ. നമ്മുടെ 3ds Maxൽ മോഡലിംഗ് മെറ്റീരിയൽ അപ്ലൈ മാത്രമാണ് ഉള്ളത്. ബാക്കി കംപ്ലീറ്റ് റെൻഡറിങ് പരിപാടി അല്ലെ ലൈറ്റിംഗ് പരിപാടി ഞാൻ ചെയ്യാൻ പോകുന്നത് D5ലാണ്. സോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ആദ്യം നമ്മൾ D5ലേക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഫയലൊന്ന് സേവ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ തന്നെ ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞു സേവ് ചെയ്യുന്നുണ്ട്. അതൊന്ന് സേവ് ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്യാമറയിൽ വന്നിട്ട് ഈ ഓട്ടോ എക്സ്പോഷർ ഉണ്ടാവും, അതൊന്ന് ഓഫ് ചെയ്തേക്കുക. മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ദെൻ സേവ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഡിസ്പ്ലേയിലേക്ക് വരിക. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റില്ല്, ക്ലേ മോഡല്, വയർ ഫേം, ഇതെന്താണ് റിയൽ ടൈം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. സോ വയർ ഫേമും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയായിരിക്കും. ഇത് 3Dയിലും ഉണ്ട് ഈ ഒരു ഓപ്ഷൻ. പിന്നെ ഇത് ക്ലേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇത് ഡൈനാമിക്, അത് ആനിമേഷൻ്റെ ഒരു കേസ് വരുമ്പോൾ ഞാനത് മെൻഷൻ ചെയ്യാം. സോ നമ്മളിത് റിയൽ ടൈമിലിട്ടു. ദെൻ മസ്റ്റായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തേർഡ് ഐക്കൺ ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ഓർബിറ്റ്, ഫ്ലൈ, വോക്ക് എന്ന് കാണാൻ പറ്റും. ഓർബിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മൗസിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ് മൗസിലാണ് നമുക്ക് ഇതിൻ്റെ ആക്സസ് കിട്ടുക. കണ്ടോ? അതേസമയം നമുക്ക് ഫ്ലൈയിലേക്ക് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ Alt V ആണ്. ഫ്ലൈയിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് QWESAD എന്നീ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സ്ക്രീന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ എളുപ്പം ഇതാണ് എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. അത് ചിലർക്ക് ചിലപ്പോൾ മൗസിലായിരിക്കും. അത് നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഫ്ലൈയിലിട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വോക്ക് എന്നുള്ളത് നമ്മുടെ ഒരു ഹ്യൂമൻ ഐ ലെവലിലാണ് ഉണ്ടാവുക. ലൈക്ക് ഇവിടെ നമുക്ക് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് യൂസ് ആവുന്നത് വീഡിയോ റെൻഡറിങ് ടൈമിലൊക്കെയാണ്. സോ നമുക്കിവിടെ ഹൈറ്റും വാല്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1 മീറ്റർ ഹൈറ്റ്, ആ ഒരു ഐ ലെവലിൻ്റെ ഒരു ഹൈറ്റിലേക്ക് സാധനം സെറ്റാവും. സോ അത് നിങ്ങൾ നോക്കണ്ട, നമുക്കിവിടെ ഫ്ലൈയിലിടാം. ആ വോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് പഠിക്കാം. സോ W മുന്നോട്ട്, A ലെഫ്റ്റ്, D റൈറ്റ്, S ബാക്കോട്ട്, Q മുകളിലോട്ട്, E താഴോട്ട്. അതാണ് നമ്മുടെ ഈ ഒരു ഫ്ലൈയിൽ സെറ്റ് ചെയ്തതിൽ യൂസ് ചെയ്യേണ്ട ഒരു കമാൻഡ് വരുന്നത്, അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട രീതി വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ സ്ക്രീൻ അഡ്ജസ്റ്റ് ഒന്നിക്കലും ഇവിടെ ക്രിയേറ്റ് ന്യൂ സീൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 3ds Max തന്നെ ഈ ഒരു ഐക്കൺ കണ്ടോ, ഇതെന്ന് വെച്ചാൽ സെൻഡ് സീൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ 3ds Max ഓൾറെഡി ക്യാമറ സെറ്റാക്കിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് 3D5ലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാനത് ചെയ്ത് തന്നെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂയിലേക്ക് വന്നിട്ടുണ്ട്. F3 പ്രസ് ചെയ്തു. ദെൻ ഞാനിവിടെ ഒരു V-Ray ക്യാമറ, ഇവിടെ V-Rayയിലേക്ക് വന്നു. V-Ray ക്യാമറ ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു കൊറോണ ക്യാമറ കൂടി ഉണ്ട്. സോ ക്യാമറ ലിസ്റ്റ് എടുത്താൽ നമുക്ക് ഇവിടെ V-Ray ക്യാമറയും കൊറോണ ക്യാമറയും കാണാൻ പറ്റും. അപ്പോൾ ഇത് V-Ray ക്യാമറയിൽ വന്നു. ഇതാണ് എൻ്റെ V-Ray ക്യാമറയുടെ സീൻ വരുന്നത്. നമുക്ക് 3ds Maxൽ കറക്റ്റ് പ്രോപ്പറായിട്ട് സീന് സെറ്റ് ചെയ്തിട്ട് അത് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, സെൻഡ് സീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3ds Max സെറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ക്യാമറകൾ നമുക്ക് D5ലേക്ക് പോയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഓൾറെഡി D5ൽ സെറ്റ് ചെയ്തതാണ്. അതുകൂടാതെ ഇവിടെ ഒരു V-Ray ക്യാമറ വന്നിട്ടുണ്ട്, കൊറോണ ക്യാമറയും വന്നിട്ടുണ്ട്.